ഹായ്, നമസ്കാരം. ഞാൻ ബോസി, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പേർട്ടും ഒരു മെൻ്റലിസ്റ്റുമാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കാരണം പലരോടും സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്നൊരു കാര്യമാണ്. ഇന്ന് ഒരുപാട് കഴിവുള്ള ആൾക്കാർ സത്യത്തിലുണ്ട് നമ്മുടെ ചുറ്റുപാടും, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്. കാരണം കുറേ അധികം പേര് അവരുടെ കഴിവുകൾ പല പ്ലാറ്റ്ഫോമുകളിലും തെളിയിക്കുന്നുണ്ടെങ്കിലും അവരോളം അല്ലെങ്കിൽ അവരെക്കാൾ കഴിവുള്ള ഒരുപാട് പേര് ഇന്നും പുറമേ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും പറയുന്നത് എനിക്കൊരു പെർഫെക്ഷൻ കിട്ടിയാലേ, തുടങ്ങാനൊരു പെർഫെക്ഷൻ ഇല്ല എന്നാണ്. ഏത് കാര്യം തുടങ്ങണമെങ്കിൽ ഫുൾ പെർഫെക്ഷനിൽ ചെയ്യണമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ട് പാക്ക്ഡായിട്ട് പെർഫെക്റ്റായിട്ട് ഒരു കാര്യവും ഇന്ന് വരെ ഈ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, എഡിസൺ നമ്മുടെ ബൾബ് കണ്ടുപിടിച്ചത് തന്നെ ഏകദേശം 102ാമത്തെ തവണയാണ്. അദ്ദേഹം പറഞ്ഞത് 101 സ്റ്റെപ്പുകളാണ് ആ ബൾബ് നിർമ്മിക്കാൻ ഉണ്ടായിരുന്നതെന്നാണ്. ഇല്ലെങ്കിൽ അതിലെ ഏറ്റവും വലിയ ഉദാഹരണം, പ്രത്യേകിച്ച് എൻ്റെ മെൻറ്റർ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണിത്. ഇപ്പോൾ ഏകദേശം ആപ്പിൾ ഫോണിൻ്റെ 16ാമത്തെ വേർഷൻ ഇറങ്ങിക്കഴിഞ്ഞല്ലേ, വളരെ പെർഫെക്റ്റാണിപ്പോൾ. പക്ഷേ ഇവരുടെ ഒരു 1ാമത്തെ വെർഷൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ അത്രയ്ക്കൊരു ആപ്പിളിൻ്റെ ഒരു ഫോണിൻ്റെ ഒരു പവറോ അതിൻ്റെ ഒരു ഗുണങ്ങളോ ഇപ്പോൾ ഉള്ളൊരു ടെക്നിക്കോ ഒന്നും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. പക്ഷേ ആ ഒരു 1ാമത്തെ വെർഷൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ 16ാമത്തെ വേർഷൻ ഒരിക്കലും ഇറങ്ങില്ലായിരുന്നു. അതാണ് അതിൻ്റെ സത്യം. സത്യത്തിൽ ഞാനും കുറേ കാലം മുമ്പ് തൊട്ടേ ഇങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഈ മൈൻഡ് പവറിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ പറയാൻ അപ്പം ഞാനും ചിന്തിച്ചിരുന്നത് ഇത് ഞാൻ ചെയ്യുമ്പോൾ ഇത് പെർഫെക്റ്റ് ആകുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷേ എൻ്റെ മെൻറ്റർ തന്ന ഈ ഒരു ഉപദേശത്തിൽ നിന്നാണ് എനിക്ക് ഇതിലേക്ക് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മറ്റുള്ളവർ കൂടി ഇത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പലപ്പോഴും പലരോട് സംസാരിച്ചപ്പോഴും അവരുടെ എല്ലാം കയ്യിൽ കഴിവുകളുണ്ട്, പക്ഷേ അവരൊരു പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ അതിൻ്റെ 1ാമത്തെ വെർഷൻ ഇറക്കുക, അതിൻ്റെ 10ാമത്തെ വെർഷൻ അല്ലെ 15ാമത്തെ വെർഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ഫുൾ പാക്ക്ഡ്, അതിൻ്റെ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തുടങ്ങി പോകുമ്പോൾ ഇപ്പം നമ്മൾ സിനിമയൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള സിനിമയും ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അന്ന് സിനിമ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത് ഇത്രയും ഡെവലപ്പ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളിലുള്ള ഓരോ ചെറിയ കഴിവിനെയും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ പുറത്തേക്ക് അവതരിപ്പിക്കുക. അതിനെ പോളിഷ് ചെയ്ത് നിങ്ങൾ വലിയ നിലയിൽ വിജയിക്കട്ടെ. താങ്ക് യു.